ലോകമെങ്ങും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥനകൾ ഉയരുമ്പോഴും പാപ്പായുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലാതെ അതീവ ഗുരുതരമായി തുടരുന്നു. പാപ്പായുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ സങ്കീർണമായെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതലായി ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയെന്നും വത്തിക്കാൻ പുറത്തുവിട്ട കുറിപ്പിൽ അറിയിച്ചു. ശനിയാഴ്ച പാപ്പായ്ക്ക് ആസ്മയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കൂടുതൽ സമയം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ഓക്സിജനും മറ്റു മരുന്നുകളും നൽകേണ്ടി വന്നു. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞതിനെ തുടർന്ന് ഹീമോഗ്ലോബിൻ അളവ് ശരിയായ തോതിൽ നിലനിർത്താനാണ് പാപ്പായ്ക്ക് രക്തം നൽകേണ്ടി വന്നത്. പാപ്പായുടെ ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധയുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യനിലയിൽ കഴിഞ്ഞ ദിവസം നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. എങ്കിലും അപകടനില തരണം ചെയ്തിരുന്നില്ല. ഇതിനിടെയാണ് ആശങ്ക പരത്തി നില കൂടുതൽ ഗുരുതരമായെന്ന റിപ്പോർട്ടുകൾ വന്നത്. രോഗാവസ്ഥയിൽ തുടരുന്ന പാപ്പ കഴിഞ്ഞ ദിവസത്തേക്കാൾ ക്ഷീണിതനാണ്. എന്നാൽ അദ്ദേഹം ജാഗരൂകനാണ്. ബുദ്ധിമുട്ടുണ്ടായിട്ടും കസേരയിൽ ഏറെ സമയം ചിലവഴിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. പാപ്പായുടെ ആരോഗ്യകാര്യങ്ങൾ എപ്രകാരമായേക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ അനുമാനങ്ങൾ പുറത്തുവിട്ടില്ല. പാപ്പ മാരകാവസ്ഥയിലല്ലെന്നും എന്നാൽ അപകടനില തരണം ചെയ്തുവെന്ന് പറയാനാകില്ലെന്നും ഒരാഴ്ച കൂടിയെങ്കിലും ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും വത്തിക്കാനിലെയും ജെമല്ലി ആശുപത്രിയിലെയും മെഡിക്കൽ സംഘം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ എന്നിവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് അതിശക്തമായ മരുന്നുകളടങ്ങിയ ചികിത്സയ്ക്കാണ് പാപ്പ വിധേയനായിരിക്കുന്നത്. പാപ്പായുടെ രക്തത്തിൽ ബാക്ടീരിയ കടന്നുകൂടിയാൽ അത് രോഗപ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുകയും രക്തത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന സെപ്സിസ് ആയി പരിണമിക്കുമെന്നും 88 വയസ്സുള്ള പാപ്പായെപ്പോലെ പ്രായാധിക്യമുള്ള ഒരാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുക ബുദ്ധിമുട്ടാണെന്നും ജെമേലി മെഡിക്കൽ സംഘത്തിന്റെ മേധാവി ഡോക്ടർ സെർജോ അൽഫിയേരി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫെബ്രുവരി 14-നാണ് ശ്വാസകോശ സംബന്ധമായ കടുത്ത ബുദ്ധിമുട്ടുകൾ മൂലം പാപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതിനു മുൻപ് 3 തവണ പാപ്പ ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. 2021 ജൂലൈ 4-ന് വൻകുടൽ ശസ്ത്രക്രിയയ്ക്കായും 2023 മാർച്ചിൽ ശ്വാസനാള വീക്കത്തെ തുടർന്ന് ചികിത്സയ്ക്കായും പിന്നീട് അക്കൊല്ലം തന്നെ ജൂണിൽ ഉദര ശസ്ത്രക്രിയയ്ക്കായും പാപ്പ ജെമേലി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ രോഗമുക്തിക്ക് ലോകമെമ്പാടും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ പള്ളികളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടൊപ്പം ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തിരുന്നു. ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരിയും ഫ്രാൻസിസ് പാപ്പയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏഷ്യൻ സഭയോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പാപ്പയെ ചികിത്സിക്കുന്ന റോമിലെ ജെമല്ലി ആശുപത്രിക്ക് മുന്നിലും വിശ്വാസി സമൂഹം പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചുകൂടി.